ഇപ്പോൾ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. അതിലേക്ക് RSS പദ്ധതി ഇട്ടിരുന്നത് കേരളത്തിൽ ശക്തമായൊരു വർഗീയ ധ്രുവീകരണമായിരുന്നു അതുവഴി അവർ ലക്ഷ്യമിട്ടിരുന്നത്. അതിനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പരാജയപ്പെടുത്തി. കേരളത്തിൽ LDF ഗവൺമെന്റ് ആയിരുന്നില്ല എങ്കിൽ ഈ കലാപത്തെ തടയാൻ കഴിയുമായിരുന്നോ? LDF സർക്കാർ അധികാരത്തിലിരുന്നത് കൊണ്ടാണ് RSSും സംഘപരിവാറും ആസൂത്രണം ചെയ്ത ആ നീക്കം പരാജയപ്പെട്ടത്. ശബരിമല കേന്ദ്രമാക്കി ഒരു സമരഭൂമി ആക്കാനായിരുന്നു അവർ പരിപാടി ഇട്ടിരുന്നത്. അത് സർക്കാർ ശക്തമായി നിയമപരമായി അത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്തി. അതിൻ്റെ വിരോധം ഗവൺമെന്റിനെതിരായി തീർക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട സമരം കർമ്മസമിതി ആരംഭിച്ചിട്ടുള്ളത്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമല്ല. കാരണം ശബരിമലയിൽ സംബന്ധിച്ച് സുപ്രീം കോടതി എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ വിധി എന്തു തന്നെയായാലും ആ ജനവിധിയെ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമല്ലേ? സുപ്രീം കോടതിയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28-ന് ശബരിമല സംബന്ധിച്ച് ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. 12 കൊല്ലമായി സുപ്രീം കോടതിയിൽ കേസ് നടന്ന സന്ദർഭത്തിൽ BJP എന്തുകൊണ്ട് അവരുടെ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചില്ല? 12 കൊല്ലം സുപ്രീം കോടതിയിൽ കേസ് നടന്നപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് അറിയിച്ചില്ല? സുപ്രീം കോടതി എടുത്ത തീരുമാനത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായി റിവ്യൂ ഹർജി കൊടുക്കാനേ സാധിക്കുള്ളൂ. റിവ്യൂ ഹർജിയും സുപ്രീം കോടതി കേട്ട് കഴിഞ്ഞു. ആ റിവ്യൂ ഹർജി പോലും സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അവരാണിപ്പോൾ ഇത് സംബന്ധിച്ച് വാദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതി റിവ്യൂ ഹർജിയുടെ മേൽ തീരുമാനം പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതി എന്ത് തീരുമാനവും എടുക്കുന്നത് ആ തീരുമാനമാണ് രാജ്യത്തിൻ്റെ നിയമമായിട്ട് മാറാൻ പോകുന്നത്. BJP ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സങ്കല്പ പത്രികയിൽ പറഞ്ഞത് ശബരിമല സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഇനി സുപ്രീം കോടതിയെ അറിയിക്കാം എന്നാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് റിവ്യൂ പോലും പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി സുപ്രീം കോടതിയിൽ എന്തറിയിക്കാനാണ്? ഇത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഒരു ഓർഡിനൻസ് ഇറക്കും എന്ന് അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് BJP പറഞ്ഞിട്ടില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈ സുപ്രീം കോടതി വിധിക്കെതിരെ ഓർഡിനൻസ് ഒന്നും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ശ്രീധരൻപിള്ള പറഞ്ഞു ഇത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സുപ്രീം കോടതിയുടെ വിധി. അത് ഒരു നിയമനിർമ്മാണം വഴി മാറ്റാൻ കഴിയില്ല എന്ന് ശ്രീധരൻപിള്ള പരസ്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ BJP പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നം ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എടുത്ത നിലപാട് ശരിയായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതൊരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്രത്തിൽ ഇതേപോലൊരു വിധി വന്നപ്പോൾ BJPയുടെ സർക്കാർ മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയാണ് ചെയ്തത്. മഹാരാഷ്ട്രയിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹാജി അലി ദർഗയിൽ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ നടപ്പാക്കിയാണ് ചെയ്തത്. അവിടെ എന്താണ് നരേന്ദ്രമോദിയും ആളുകളും മഹാരാഷ്ട്രയിൽ സമരം ചെയ്യാതിരുന്നത്? അമിത്ഷാ എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പോകാതിരുന്നത്? അവിടെ BJP ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ സമരമില്ലാത്തത്? ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മതപരമായ ധ്രുവീകരണം സംഘടിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ ഇവിടെ കർമ്മസമിതിയും സമരവുമൊക്കെ ഉണ്ടാക്കിയത്? ആ നീക്കം കേരളത്തിൽ പരാജയപ്പെട്ടു. അതിൻ്റെ അസഹിഷ്ണുതയാണിപ്പോൾ RSS ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഈ നിലപാടും കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ.
അതുകൊണ്ടാണ് ശബരിമലക്ക് ഏറ്റവും വലിയ സഹായം ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. ശബരിമല വികസനത്തിന് ആദ്യമായിട്ടാണ് 750 കോടി രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ കൊടുത്തത്. ശബരിമലയിൽ ഇത്തവണ RSSകാർ പ്രചരിപ്പിച്ചു, അവിടെ ആരും പണം നിക്ഷേപിക്കാൻ പാടില്ല, ഭണ്ഡാരത്തിൽ പണമിടാൻ പാടില്ല. അതുകൊണ്ട് നടവരവ് കുറക്കാൻ ഇവരുടെ പ്രചരണം സഹായകരമായി. 98 കോടി രൂപ ഇത്തവണ കുറഞ്ഞു ശബരിമലയിൽ വരുമാനം. പക്ഷെ സർക്കാർ 100 കോടി രൂപ ദേവസ്വം ബോർഡിന് കൊടുത്തു, ഈ കുറവ് പരിഹരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദവും ശബരിമലയെ ബാധിക്കാതിരിക്കാൻ ഇടപെട്ട സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇത്തരം നിലപാടുകൾ വഴി തെളിയിച്ചതുകൊണ്ടാണ് ഇതൊന്നും പറഞ്ഞാൽ രക്ഷയില്ല എന്ന് വന്നപ്പോൾ അവസാന ഘട്ടമാകുമ്പോൾ ഒരു വർഗീയ വിഷം തുപ്പുന്ന പ്രചാരവേലയിലേക്ക് പോകാം എന്ന് RSS തീരുമാനിച്ചിട്ടുള്ളത്. ഇതേ നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അവർ അവിടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൽ ഒരു തെറ്റായ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പോയിട്ടുണ്ട്. അത് കോൺഗ്രസ് ഇത്തവണ പോരാടുന്നത് BJPക്കെതിരായിട്ടല്ല. ഇടതുപക്ഷത്തിന് ശക്തിയുള്ള കേന്ദ്രത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് പ്രസിഡന്റ് സന്നദ്ധമല്ല എന്ന സന്ദേശമാണ് പൊതുവിൽ നൽകിയത്. പക്ഷെ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇവിടെ വന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെതിരെ UDFനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഇടതുപക്ഷം സംഘടിപ്പിക്കും. ആ കാര്യം ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ, അവിടെ കോൺഗ്രസ് അല്ല ഏറ്റവും വലിയ കക്ഷി. അവിടെ UDFനകത്തുള്ള ഏറ്റവും വലിയ കക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ആശ്രയിച്ച് മത്സരിക്കേണ്ടുന്ന ഒരു മണ്ഡലത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പം വന്നിരിക്കുന്നത്. ഈ സാഹചര്യം RSS ദേശീയ തലത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗുകാർ അവിടെ ഉണ്ടായി, മുന്നണിയുടെ ഘടകകക്ഷിയായതുകൊണ്ട്. മുസ്ലിം ലീഗിൻ്റെ പതാക ധാരാളമായിട്ട് അവിടെ ഉപയോഗിച്ചു. പക്ഷെ RSS ദേശീയ തലത്തിൽ പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ്റെ പതാക അവിടെ ഉപയോഗിച്ചു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഈ പ്രചാരവേല വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവും അവിടെ ഉപയോഗിച്ചത് പാകിസ്ഥാൻ പതാകയല്ല, മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ഈ മുസ്ലിം ലീഗ് ഒരു വർഗീയ വൈറസാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ ബന്ധം ആരോപിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്ത് വന്നു. അമിത്ഷായുടെ പ്രചാരണത്തെ എതിർക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നില്ല? വയനാട് പാകിസ്ഥാനാണ് എന്ന് അമിത്ഷാ പറഞ്ഞു. കേരളത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കുറച്ച് മുസ്ലിമുകളുണ്ടായാൽ അതെല്ലാം പാകിസ്ഥാനാണ്. അപ്പോൾ വയനാട് പാകിസ്ഥാനാണ് എന്ന് അമിത്ഷാ പറഞ്ഞത് ബോധപൂർവമാണ്. പാകിസ്ഥാൻ വിരോധം പറഞ്ഞ് മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായി മുസ്ലിം മത ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ എതിരായിട്ടുള്ള വലിയ പ്രചാരവേലയുമായി ഈ സന്ദർഭം RSS ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും മുസ്ലിം ലീഗിനോടുള്ള വിരോധം മുസ്ലിം വിരോധമാക്കി മാറ്റാൻ CPIM അനുവദിക്കുകയില്ല. പാകിസ്ഥാൻ വിരോധം മുസ്ലിം വിരുദ്ധ വികാരമാക്കി മാറ്റാൻ ഞങ്ങൾ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്ര വലിയ വിമർശനങ്ങൾ മുസ്ലിം ലീഗിനെതിരായിട്ടുണ്ടായിട്ടും ഒരു എതിർപ്പ് പറയാതിരുന്നത്? RSS ഉയർത്തുന്ന വിമർശനത്തിൻ്റെ മുമ്പിൽ UDF ഇന്ന് പകച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു വ്യക്തമായ നിലപാടെടുത്ത് വിമർശിക്കാൻ സാധിക്കുന്നില്ല. പാണക്കാട്ടെ ഹൈദരലി തങ്ങൾ മാതൃഭൂമിയിലെഴുതിയ ലേഖനത്തിൽ പോലും ഞങ്ങളവിടെ ഉപയോഗിച്ചത് പാകിസ്ഥാൻ പതാകയല്ല എന്നുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല? യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പതാകയും മുസ്ലിം ലീഗിൻ്റെ പതാകയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ചെറിയ വ്യത്യാസമുണ്ട്.
അതിലും പച്ചയുണ്ട്, ഇതിലും പച്ചയുണ്ട്, അതിലും ചന്ദ്രക്കലയുണ്ട്, ഇതിലും ചന്ദ്രക്കലയുണ്ട് എന്നുള്ളൊരു ഇതെന്നല്ലാതെ ഒരേ പതാകയല്ല. പക്ഷേ ഈ കാര്യം എന്തുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ, മുസ്ലിം ലീഗിനെ ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരാത്തത്? ഇതാണ് ഹിന്ദുത്വ വർഗീയതയ്ക്ക് മുമ്പിൽ കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ കടന്നാക്രമണത്തിന് മുമ്പിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇതിൻ്റെ ഫലമായി ദേശീയ തലത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് കോൺഗ്രസിൻ്റെ അണികൾക്ക് തോന്നാൻ തുടങ്ങി. RSSകാർ രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ പൂണൂലിട്ട ബ്രാഹ്മണനാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ഹിന്ദു ഞങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ലേ. ഗോവധത്തിൻ്റെ കാര്യത്തിലും രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഇവർ രണ്ടു കൂട്ടും ഒരേ നിലപാടല്ലേ ദേശീയ തലത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇത്തരം പ്രശ്നങ്ങളിൽ RSSനെതിരായിട്ടുള്ളൊരു വ്യക്തമായൊരു ബദൽ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് BJP ആകുന്നതിൽ ഇപ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ല. ഈ അവസ്ഥ ദേശീയ തലത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2004 BJPക്ക് അധികാരത്തിൽ വരാൻ അവസരം ഉണ്ടായിക്കൊടുത്തത് കോൺഗ്രസിൻ്റെ കൂട്ടത്തോടെയുള്ള BJPയിലേക്കുള്ള മാറ്റമല്ലേ? അതല്ലേ അത് സംഭവിച്ചത്? ഇന്ന് പാർലമെൻറ്റിലുള്ള BJP MPമാരിൽ 103 പേർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ഈ വസ്തുത അറിയുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർ BJP ആകുന്നത് ഇപ്പോൾ ഒരു വാർത്തയല്ലാത്ത സ്ഥിതി രാജ്യത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മെനഞ്ഞാന്നാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് BJPയിലേക്ക് പോയി. ഇങ്ങനെ ഓരോ ദിവസം കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്ന ഈ പ്രസ്ഥാനത്തിന് എങ്ങനെ BJPക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു ബദൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയും? മുമ്പൊക്കെ പറഞ്ഞത് ഉത്തരേന്ത്യയിലാണ് ഇങ്ങനെ പോകുന്നത്, കേരളത്തിൽ ആരും പോകില്ല എന്നാണ്. കേരളത്തിലും പോക്ക് തുടങ്ങിയില്ലേ? ആ രാമൻ നായർ പോയില്ലേ? പ്രമീള ദേവി പോയില്ലേ? അവർ രണ്ടാളും BJPക്ക് വേണ്ടി പ്രചാരവേലയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ? ഡോക്ടർ KS രാധാകൃഷ്ണൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, PSC ചെയർമാൻ. ഇത് മാത്രമല്ല, ഭീഷണത്തിൻ്റെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. അതും പോരാ, 6 മാസത്തിലൊരിക്കൽ KPCC യോഗത്തിൽ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഈ KS രാധാകൃഷ്ണൻ്റെ ക്ലാസ് കേട്ട് കോൺഗ്രസ്സായ പല ആളുകളുമാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ. അവരുടെ ഭാവി എന്തായിരിക്കും? രാധാകൃഷ്ണൻ്റെ ക്ലാസ് കേട്ട് കോൺഗ്രസ് ചേർന്ന ആൾ രാധാകൃഷ്ണൻ BJPയിലേക്ക് പോയാൽ ആ ക്ലാസ് കേട്ട് വളർന്ന കോൺഗ്രസ്സുകാരൻ്റെ ഭാവി എന്ത്? ടോം വടക്കൻ എപ്പോഴും ടെലിവിഷനിൽ വക്താവ്, ഉച്ചവരെ വക്താവ്, വൈകുന്നേരം BJP വക്താവ്. ഈ കോൺഗ്രസ് ആണോ BJPക്ക് ബദലാകാൻ പോകുന്നത്? ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്ന് വർദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ പ്രകടനം കേരളത്തിൽ കാഴ്ചവെക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടും. ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്ര വിജയം നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. നരേന്ദ്രമോദി ശ്രമിക്കേണ്ടത് BJPയുടെ വോട്ട് BJPക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പ് പറയാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമോ? അമിത് ഷാക്ക് കഴിയുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15% വോട്ടുണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2004 തന്നെ 12% വോട്ടുണ്ടായിരുന്നു. 2004 തന്നെ അവർക്ക് 12% ഉണ്ട് കേരളത്തിൽ. പിന്നീട് 2014 അവർക്ക് ഇത്തരത്തിൽ വോട്ട് കിട്ടിയ ഒരു സ്റ്റേറ്റാണ് കേരളം. എന്നാൽ ഇത്തവണ 15% വോട്ട് കേരളത്തിൽ NDAക്ക് കിട്ടാൻ പോകുന്നില്ല. NDAയുടെ വോട്ട് കുറയും. ഈ വോട്ട് പഴയ വോട്ടിന് ശതമാനം നിലനിർത്തുമെന്ന് പറയാനെങ്കിലും അമിത് ഷാക്ക് കേരളത്തിൽ വന്നാൽ കഴിയോ? BJPക്കാർ BJPക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് പറയാൻ അമിത് ഷാക്ക് കഴിയുമോ? അത് കഴിയില്ലെന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ BJPയുടെ അവസ്ഥ. BDJSകാർ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിലും BJPക്കാർ പ്രചരണത്തേയില്ല. അവിടെ എല്ലാം തന്നെ RSSകാർ മറ്റ് മണ്ഡലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി. അപ്പോൾ BDJSകാരെ വഴിയാധാരമാക്കി. BJPയുടെ ചില നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ
RSSകാർ പ്രചരണ രംഗത്തേ ഇല്ല. ഇതെല്ലാം RSS നടത്തുന്ന കേരളത്തിലെ ഒരു പുതിയ ചുവടുവെപ്പിൻ്റെ ഭാഗമാണ് എന്ന കാര്യം വ്യക്തമാണ്. തിരുവനന്തപുരത്താണെങ്കിൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിന് പ്രവർത്തിക്കുന്നില്ല എന്ന് ശശി തരൂർ തന്നെ ആക്ഷേപം പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. DCC സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ പറയുന്നു കോൺഗ്രസ്സുകാരൊന്നും പ്രവർത്തനത്തിന് വരുന്നില്ല. തിരുവനന്തപുരത്തുള്ളൊരവസ്ഥ ഇതാണ്, കോൺഗ്രസിൻ്റെ ഒരവസ്ഥ. പക്ഷേ ആ ചോർച്ച തടയാൻ ഒരു നല്ലൊരാളെ കോൺഗ്രസ് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നാഗപ്പൂരിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവിനെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. നാനാ പടോള. ഇതുവരെ ഈ പടോളയെ നമ്മൾ കേട്ടിട്ടില്ല. ഇദ്ദേഹമാണെങ്കിൽ ഇവിടത്തേക്ക് പറ്റിയൊരാളുമാണ്. നോക്കുമ്പോൾ അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സായി, പിന്നെ BJP ചേർന്നു, BJPയുടെ MP ആയി, പിന്നെ BJP നിന്ന് മാറി കോൺഗ്രസ് തിരിച്ചെത്തി, ഗഡ്കരിക്കെതിരെ മത്സരിച്ചു. റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരിക്കൽ കോൺഗ്രസ് ആകുക, BJPയിലേക്ക് പോവുക, പിന്നെ BJP നിന്ന് കോൺഗ്രസ് ആകുക, ഇങ്ങനെയുള്ള ഒരാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് നിരീക്ഷകനായി കണ്ടെത്തിയത് AICC നേതൃത്വത്തിൻ്റെ ഭാവന വളരെ നല്ലൊരു ഭാവനയാണ്. ഓരോ സ്ഥലത്തേക്ക് പറ്റിയ ആളെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഈ പട്ടോളയുടെ ഇവിടത്തേക്കുള്ള വരവ്. പട്ടോളനെ വിറ്റ് കാശാക്കാൻ പറ്റുന്ന കോൺഗ്രസ്സുകാരാണ് ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ഇതെല്ലാം നമ്മളിവിടെ കാണാൻ പോകുന്ന പുതിയ നാടകങ്ങളാണ്. പക്ഷെ തിരുവനന്തപുരത്തും ഇത്തവണ ഇടതുപക്ഷ മുന്നണി ജയിക്കും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിക്ക് 2,48,941 വോട്ടാണ് കിട്ടിയിരുന്നത്. അന്ന് ഇടതുപക്ഷ മുന്നണി 3-ാം സ്ഥാനത്തായിരുന്നു 2014. എന്നാൽ 2014 സ്ഥിതിയല്ല ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള മാറ്റം. തദ്ദേശഭരണ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ഇടതുപക്ഷ മുന്നണിക്ക് 3,54,791 വോട്ടാണ് കിട്ടിയത്. UDFന് 2,88,000, BJPക്ക് 2,23,000. BJP 3-ാം സ്ഥാനത്താണ്. അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് 3,76,599 വോട്ടായി. UDFന് 3,16,000, BJPക്ക് 2,68,000. അപ്പോൾ തദ്ദേശഭരണ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിക്ക് 66,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രാജഗോപാലനായിരുന്നു സ്ഥാനാർത്ഥി. രാജഗോപാലിനോടൊരു സഹാനുഭൂതി ഉണ്ടായിരുന്നു ഇവിടെ. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളെന്ന നിലയിൽ ഇത്തവണയെങ്കിലും ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ രാജഗോപാലിന് അന്ന് വോട്ട് ചെയ്തിരുന്നു. അത് സഹാനുഭൂതിക്ക് കിട്ടിയ വോട്ടാണ്. അദ്ദേഹം BJP ആണെങ്കിലും ഈ RSSൻ്റെ ക്രൂരതയില്ലാത്ത ഒരാളാണ് രാജഗോപാലിനതൊരു ഒരു പരിവേഷം രാജഗോപാലിനുണ്ടായിരുന്നു. പക്ഷേ ഇത് RSSൻ്റെ തനി എല്ലാ ഗുണങ്ങളും ലക്ഷണമൊത്ത ഗുണങ്ങളുടെ ഒരാളാണ് ഇപ്പോഴത്തെ NDAയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുഭവമല്ല ഇവിടെ ഉള്ളത്. ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റുകളിയുണ്ട്. ദിവാകരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥിതിയല്ല. ഇത്തവണ തിരുവനന്തപുരത്തും ഇടതുപക്ഷ മുന്നണി ജയിക്കും. ഇപ്പോൾ 2004 ആവർത്തിക്കും. 2004 തിരുവനന്തപുരത്ത് ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലമാണ്. അത് തന്നെയാണ് 2019 ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഇന്ന് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചരിത്ര വിജയം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഇത്തവണ നേടും എന്ന കാര്യം ഉറപ്പായി കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മതമൗലികവാദ നിലപാട് സ്വീകരിക്കുന്നൊരു പാർട്ടിയാണ്, ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്. അതവൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. നേരത്തെ ജമ്മു കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള സ്ഥാപിച്ച പാർട്ടിയുടെ പേര് മുസ്ലിം നാഷണൽ കോൺഫറൻസ് എന്നായിരുന്നു. അദ്ദേഹം അത് വർഗീയത ആരോപിക്കപ്പെടുമെന്നതുകൊണ്ടാണ് മുസ്ലിം എന്ന പേര് മാറ്റി നാഷണൽ കോൺഫറൻസ് ആക്കിയത്.
അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കലും സന്നദ്ധമായിട്ടില്ല. ഇപ്പോഴും മതമൗലികവാദ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം ലീഗ് അതിൻ്റെ കൂടെയായിരിക്കും. SDPIയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഇപ്പോൾ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തന്നെ മുസ്ലിം ലീഗിൻ്റെ മതമൗലികവാദ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നൊരു ഘടകമാണ്. INL ഇന്ത്യൻ നാഷണൽ ലീഗാണ്, അത് മുസ്ലിം ലീഗല്ല. അതിൻ്റെ പേരിൽ തന്നെ അത് മതനിരപേക്ഷമാണെന്ന് വ്യക്തമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങളെ പാർട്ടി DMKയുമായിട്ടേ മുന്നണിയുള്ളൂ. DMKക്ക് ഇങ്ങനെയുള്ള പാർട്ടികളുമായിട്ടൊക്കെ മുന്നണിയുണ്ട്. ഞങ്ങൾ അത്തരം പാർട്ടികളുമായിട്ടൊരു മുന്നണി തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. DMKയും CPM തമ്മിലാണ് തമിഴ്നാട്ടിൽ മുന്നണിയുള്ളത്. അല്ല, വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് 2 കൂട്ടർ വോട്ട് വേണ്ട, SDPIയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ടും വേണ്ട. ഈ കാര്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇപ്പം വിവിധ പാർട്ടികളിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരുടെ വോട്ടൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് സാധാരണ കിട്ടും. അത് ഇത്തവണയും കിട്ടും. ഇത്തവണ കണ്ടൊരു പ്രത്യേകത, ഒരു രാഹുൽ ഫാക്ടറും ഇല്ല എന്നുള്ളതാണ്. 20 മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ കവിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേകതയും കേരളത്തിൽ എവിടെയും കാണുന്നില്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ പ്രചരണത്തിന് വന്നിരുന്നു. അദ്ദേഹം പ്രചരണത്തിന് വന്ന സ്ഥലത്തെല്ലാം കോൺഗ്രസ് തോക്കുകയാണ് ചെയ്തത്. ഇത്തവണയും കൂടുതൽ സ്ഥലത്ത് രാഹുൽ ഗാന്ധി പ്രചരണത്തിന് വന്നാൽ നമ്മുടെ കാര്യം ഒന്ന് സേഫാവും. അവിടെ രാഹുൽ ഗാന്ധി കൂടുതൽ ദിവസം ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. വ്യക്തിപരമായ ഒരു അധിക്ഷേപമല്ലല്ലോ. ഓരോരുത്തർക്ക് അർഹതപ്പെട്ട പേരല്ലേ ഒരാളെ വിളിക്കാൻ പറ്റും. ഇത് വ്യക്തിപരമായുള്ള അധിക്ഷേപമായിട്ട് ആരെയും ഞങ്ങൾ അധിക്ഷേപിക്കാറില്ല. അല്ല, ഇലക്ഷനിൽ ശബരിമല ഒരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയം സുപ്രീം കോടതി വിധിയെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. പിന്നെ ഇലക്ഷനിൽ പ്രചരണം നടത്തിയിട്ട് എന്താണ് കാര്യം? ആ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച ഹിതപരിശോധനയാണ് ഈ ഇലക്ഷനെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിഷയം നമുക്ക് ചർച്ചാ വിഷയമാക്കാം. അതിവിടെ പരിശോധിക്കപ്പെടാത്ത കാരണം സുപ്രീം കോടതി ഇതൊന്നും തന്നെ ബാധിക്കാൻ പോകുന്നില്ല. അതാണല്ലോ നരേന്ദ്രമോദിയുടെയും RSSന്റെയും വർഗീയ അജണ്ട. ഇതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ മുസ്ലിം ലീഗും കൂടി പറയുമ്പോഴാണ് അവരുടെ അജണ്ട പൂർത്തിയാവുന്നത്. അപ്പോൾ ബോധപൂർവമാണ് അവർ ആ കാര്യം പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നിലപാടല്ല UDFന്റെ നിലപാട്. BJPക്കും ഉള്ള നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഒന്നായിരുന്നു ശബരിമല കാര്യത്തിൽ. മുസ്ലിം ലീഗിൻ്റെ നിലപാടും BJP നിലപാടും ഒന്നായിരുന്നു ശബരിമല കാര്യത്തിൽ. അതെന്താണ് നരേന്ദ്രമോദിക്ക് അറിഞ്ഞൂടെ? അതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരെയും കൂടി ചേർത്ത് അതിലൊരു വർഗീയത വരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ലീഗ് എന്നുള്ള വിധത്തിൽ ഇന്നലെ മോദി നടത്തിയിട്ടുള്ള പരാമർശം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരാമർശമാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ചട്ടലംഘനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇലക്ഷൻ സമയത്ത് പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഇലക്ഷൻ കാലത്ത് നടത്താനേ പാടില്ല. വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം ഇലക്ഷൻ കാലത്ത് നടത്തുന്നത് തന്നെ ഇലക്ഷൻ ചട്ടങ്ങളുടെ ലംഘനമാണ്. RSSകാർ ഇത്തരം പ്രചരണങ്ങളാണ് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും മലീമസമായ വർഗീയത പ്രചരിപ്പിക്കാൻ മടിയില്ല എന്നതാണ് ശ്രീധരൻപിള്ളയുടെ ഈ പ്രസംഗം വ്യക്തമാക്കുന്നത്. അത്തരം പ്രസംഗങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണം.
ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ ദിവസേന ഇത്തരത്തിലുള്ള വർഗീയ വിഷം പ്രചരിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ അത് ജനങ്ങൾക്കിടയിൽ വർഗീയ കലാപത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. അതാണ് RSS ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ സമാധാനപരമായിരിക്കണം. ഇലക്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലും ആരും പെട്ടുപോകരുത്. ഇത്തരത്തിലുള്ള എന്തെല്ലാം പറഞ്ഞാലും ആത്മസംയമനം പാലിച്ച് ഈ ഇലക്ഷൻ സമാധാനപരമായി നടത്താൻ ഇടതുപക്ഷ ഗവൺമെൻറ് മുൻകൈയെടുക്കും. ഇടതുപക്ഷ മുന്നണിയും ആ കാര്യത്തിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. ഇത്തരത്തിലൊരു പ്രകോപനത്തിലും ഞങ്ങൾ ഇത്തവണ പെട്ടുപോകില്ല. ലീഗിൽ തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് സെക്യൂരിസം പോരാന്ന് പറഞ്ഞിട്ട് ഏരിന്റെ മാത്രം മാറ്റത്തിൽ മാത്രം കാര്യമാണ്. അവർ നിലപാടിലെത്തണം. ലീഗിന്റെ അതേ സ്വഭാവമുള്ള കക്ഷിയില്ലേ. മാത്രമല്ല അവരിപ്പോൾ മുന്നണിയിലുമാണ്. അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് വേർതിരിച്ച് സേട്ട് വരാൻ കാരണം തന്നെ അത് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന് കൂട്ടുകെട്ടുന്നു. ഒരു പള്ളി പൊളിക്കുന്ന സന്ദർഭത്തിൽ പോലും കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ കൂടെ നിന്നൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി രൂപീകരിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിം എന്ന പേര് വെച്ചില്ല, സേട്ടു തന്നെ വെച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് വിട്ട് INL ഇന്ത്യൻ നാഷണൽ ലീഗ്. ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ പേരല്ല, അത് വർഗീയ പേരല്ല. ലീഗ് എന്ന് പറയുന്ന സംഘടന എന്നത് മാത്രമേ ലീഗ് എന്നൊരു അർത്ഥമുള്ളൂ. മുസ്ലിം എന്ന പേര് തന്നെ അവർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ RSSന്റെ പ്രത്യയശാസ്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിചാരധാരയിൽ ഗോൾവാൾക്കർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എന്ന മുദ്രാവാക്യമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അത് വിചാരധാരയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ശത്രുക്കളുണ്ട്. 1 മുസ്ലിമുകളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ തുടച്ചു നീക്കി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്നാണ് ഗോൾവാൾക്കർ പ്രഖ്യാപിച്ചത്. അതാണ് RSSന്റെ വർഗീയത. അല്ല, മാധ്യമ പ്രവർത്തനത്തിൽ ആർക്കും ജോലി ചെയ്യാം. കമ്മ്യൂണിസ്റ്റുകാരും അത്തരം മാധ്യമ പ്രവർത്തനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു ജോലിയും അവരുടെ നിലപാടും തമ്മിൽ ഒന്നാകണമെന്നില്ല. ഇപ്പോൾ ഞങ്ങളെ എതിർക്കുന്ന ഒറ്റയേറെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഞങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ദിവസേന ഞങ്ങൾക്കെതിരായിട്ട് വിഷം തൂപ്പുന്ന പ്രചരണം നടത്തുന്ന പത്രമില്ലേ കേരളത്തിൽ? ആ പത്രത്തിലെല്ലാം വർക്ക് ചെയ്യുന്നവർ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്, ഇടതുപക്ഷക്കാരായ ആളുകളാണ്. ഒരുപാട് ആളുകൾ ഇത്തരം മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് അത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നതും രാഷ്ട്രീയ നിലപാടും തമ്മിൽ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഒരു സർവേ വന്നിട്ടുള്ളത്? ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷം ജയിച്ച 91 സീറ്റ് നേടിയ തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേയും 60 ഞങ്ങൾക്ക് പറഞ്ഞത്. ആ സർവേയും വിശ്വസിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടി ഇരുന്നത്? അവസാനത്തെ റിസൾട്ട് വരുന്നതുവരെ അദ്ദേഹം തോൽവി സമ്മതിച്ചില്ലല്ലോ. ഈ സർവേ വിശ്വസിച്ചിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നതിൻ്റെ ഫലമല്ലേ UDFന് ഇത്തവണ സംഭവിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചരിത്ര വിജയം നേടിയ തെരഞ്ഞെടുപ്പ് 2004 ആ തെരഞ്ഞെടുപ്പിൽ സർവേ എന്തായിരുന്നു? പത്രത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രമുഖ പത്രം വന്ന് സർവേ നടത്തിയിട്ട് പറഞ്ഞു UDFന് 14 സീറ്റ് കിട്ടും, ഇടതുപക്ഷത്തിന് 6 സീറ്റ്. പക്ഷെ ഫലമെന്ത്? ഇടതുപക്ഷത്തിന് 18, UDFന് 1. ആരും പറയാത്ത NDAക്ക് 1 കിട്ടുകയും ചെയ്തു 2004. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വലിയ പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു സർവേ റിപ്പോർട്ടുണ്ടല്ലോ. അതൊരു അമേരിക്കൻ കമ്പനിയെ കൊണ്ടാണ് ആ സർവേ നടത്തിച്ചത്. അതേ കമ്പനി തന്നെയായിരുന്നു 2014 സർവേ നടത്തിയത്. അന്നവർ പറഞ്ഞു കോൺഗ്രസ്സിന് 91 സീറ്റ് കിട്ടും. കിട്ടിയത് എത്ര? 44. BSPക്ക് 17 സീറ്റ് കിട്ടും. കിട്ടിയത് എത്ര? 0. ഞങ്ങളെയും പറ്റിച്ചു അന്നവർ. ബംഗാളിൽ ഞങ്ങൾക്ക് 11 കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടിയത് എത്ര? 2. അതുകൊണ്ട് ഈ ഒരു സർവേ റിപ്പോർട്ടും വിശ്വസിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇവരൊരു 5000 ആളെടുത്ത് പോയിട്ടാണ് സർവേ നടത്തിയത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിൽ 56,000 വോട്ടർമാരാണ് തദ്ദേശഭരണ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 56,000, 17 ലോക്സഭാ മണ്ഡലത്തിൽ. അതിൽ ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട് 45%, UDFൻ്റെ വോട്ട് 38%, BJPയുടെ വോട്ട് 12%. ഈ 5000 ആളുടെ സർവേ ആണോ വലുത്? 56,000 ആളുടെ സർവേ ആണോ വലുത്? അതുകൊണ്ട് സർവേ ആര് നടത്തുന്നു?
ആരുടെ താല്പര്യത്തിലാണ് സർവേ നടത്തുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സർവേ ഫലം പുറത്തു വരുന്നത്. ഞങ്ങളോട് ചില ആൾ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർവേ ഉണ്ടാക്കി തരാം, കുറച്ച് പൈസ തന്നാൽ മതി. ഞങ്ങളിതിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സർവേക്ക് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് സർവേ നടത്തേണ്ട ആവശ്യമില്ല. എല്ലാ വോട്ടർമാരുടെ ദിവസേന പോകാനുള്ള സ്കോഡ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ ഓരോ ദിവസവുമുള്ള അഭിപ്രായം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പരിശോധിക്കാനാണ് ഞങ്ങൾ ഈ കമ്മിറ്റിയിലൊക്കെ പോകുന്നത്. അങ്ങനെ കിട്ടുന്ന ഫലങ്ങൾ വെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് വരുത്തണമെന്ന് നിർദ്ദേശം പ്രവർത്തിക്കാനുള്ള ഇതുണ്ട്. ഈ സർവേ റിപ്പോർട്ടിനെ ഞങ്ങൾ ആശ്രയിക്കില്ല. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമായി ദേശീയ തലത്തിൽ നടക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് BJP ഗവൺമെൻറ് വിലയിരുത്തും. അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തനത്തെയും വിലയിരുത്താം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നല്ല ആത്മവിശ്വാസം ഗവൺമെൻറ് ഉണ്ട്, ജനങ്ങളുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഭയവുമില്ല എന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഞങ്ങളെയും വിലയിരുത്തിക്കോളൂ, ഞങ്ങളതിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. വിവാദം വേണമല്ലോ, അതല്ലേ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. കിഫ്ബിയോ അതല്ലേ എത്രയോ പറഞ്ഞു കഴിയില്ലേ. അത് ഐസക്ക് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ഗവൺമെൻറ് ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ പറഞ്ഞു. അത് ചെന്നിത്തല അവസാന ദിവസം വരെ പറയും. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അദ്ദേഹം. എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ ഇലക്ഷനിൽ? അതിലൊരു പ്രാധാന്യവും കേരളത്തെ ജനങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് വസ്തുത. ഓ അതാണ് അതാണല്ലോ ഈ മറ്റേ യുവമോർച്ച നേതാവ് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ അതേ കാര്യമാണല്ലോ ചെന്നിത്തല ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞത്. ആര് തമ്മിലാണ് യോജിപ്പ് എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? രാവിലെ BJP ഓഫീസിൽ ഒരു പത്രസമ്മേളനം വരും, ഉടനെ ഉച്ചയ്ക്ക് ശേഷം ചെന്നിത്തല പത്രസമ്മേളനം നടത്തും. രണ്ടു കൂട്ടരെയും പ്രസ്താവന ഒന്നാണ്. ഇപ്പോൾ ഫലത്തിൽ കാണുന്നതെന്ന് അറിയോ? BJPയുടെ യോഗത്തിന് പോകുന്ന ആൾ കോൺഗ്രസിൻ്റെ യോഗത്തിന് പോകേണ്ട കാര്യമില്ല. രണ്ട് യോഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പോയാൽ മതി. പറയുന്ന രണ്ടും ഒന്നായിരിക്കും. ഇതാണ് വസ്തുത. ഇപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ചെന്നിത്തല ഇത് പറഞ്ഞ് കുറച്ച് സമാധാനിക്കട്ടെ എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അത് വീഴ്ച കണ്ടാൽ ചൂണ്ടിക്കാണിക്കാതെ BJP പറഞ്ഞാലേ ആ വീഴ്ച ഏറ്റെടുക്കുമെന്ന് പറയാൻ പാടില്ലല്ലോ. തെളിവുകൾ കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത് മൂടി വെക്കണ്ട. പക്ഷെ അദ്ദേഹം ആ കൊച്ചി മെട്രോവിന് വേണ്ടി കൂടുതൽ പലിശക്ക് എന്താണ് കടമെടുത്തെന്ന് ചോദിച്ചതിന് ഉത്തരം പറയാൻ KM മാണിയോട് ചോദിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനിയിപ്പോൾ ആരെങ്കിലും KM മാണിയോട് ചോദിക്കാൻ പറ്റുമോ? ഇതാണോ ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ട ഉത്തരം? അപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കരുത്. ഇതാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്. ശരി, നമുക്ക് ഇത്ര പോരെ? ഇനി വേറെ ആൾ കാത്തിരിക്കുന്നുണ്ടല്ലേ? വളരെ മനോഹരമായ കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.